അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മസിൽ റിലാക്സൻസിലെ നെക്സ്റ്റ് ഡ്രഗ് ആണ്. നമ്മൾ ഓൾറെഡി മസിൽ റിലാക്സന്റിന്റെ നോൺ ഡീപോളറൈസിംഗ് ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട്. അതിന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പാൻക്രോണിയം ബ്രോമൈഡിന്റെ ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വെക്രോണിയം ബ്രോമൈഡ് ആണ്. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതോടൊപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു റീക്യാപ്പ് പറഞ്ഞതിന് ശേഷം പോകാം. നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സന്റ് അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സും ബെൻസിലൈസർ ക്യൂനോലൈൻ കോമ്പൗണ്ട്സും. സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, ബെൻസിലൈസർ ക്യൂനോലൈൻ കോമ്പൗണ്ട്സിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്ത അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ, എന്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായ വെക്രോണിയം ബ്രോമൈഡ് ഇൻജക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് ദ കോമൺലി യൂസ്ഡ് മസിൽ റിലാക്സന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മസിൽ റിലാക്സന്റ് ആണ് വെക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ്സ് ആണ്. 15 മുതൽ 20 മിനിറ്റ് ആണ് നമ്മൾ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രഗിന്റെ ആക്ഷൻ ഉണ്ടാവുക. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 2 to 3 മിനിറ്റ്സ് ആണ്. ഒരു 2 to 3 മിനിറ്റ്സിനകം തന്നെ ആക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഇനി വെക്രോണിയം ബ്രോമൈഡിന്റെ മെറ്റബോളിസം നോക്കാം. 30 to 40% ഈസ് മെറ്റബോളൈസ് ഇൻ ലിവർ. 30 മുതൽ 40% മെറ്റബോളൈസേഷൻ നടക്കുന്നത് ലിവറിലാണ്. 25% എക്സ്ക്രീറ്റഡ് ത്രൂ കിഡ്നി വഴിയാണ് 25% എക്സ്ക്രീഷൻ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ബൈലറി ഒബ്സ്ട്രക്ഷൻ. ബൈലറി ഒബ്സ്ട്രക്ഷൻ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല. ദെൻ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ഓഫ് മസിൽ റിലാക്സന്റ് ഫോർ കാർഡിയാക് പേഷ്യൻസ് ബിക്കോസ് ഇറ്റ് ഈസ് കാർഡിയോവാസ്കുലർ സ്റ്റേബിൾ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ കാർഡിയോവാസ്കുലർ സ്റ്റേബിൾ ആയിട്ടുള്ള മസിൽ റിലാക്സന്റ് ഏതാണ് എന്നുള്ളത് ഇത് വൈവയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക വെക്രോണിയം ബ്രോമൈഡ്. അപ്പോൾ കാർഡിയാക് പേഷ്യൻസിന് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന മസിൽ റിലാക്സന്റ് ബെസ്റ്റ് ചോയ്സ് മസിൽ റിലാക്സന്റ് എന്ന് പറയുന്നത് വെക്രോണിയം ബ്രോമൈഡ് ആണ്. ദെൻ ലോങ് ടേം യൂസ് ഇൻ ICU റിസൾട്ട്സ് ഇൻ പോളിന്യൂറോപ്പതി ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് ഇറ്റ്സ് മെറ്റബോളൈറ്റ് 3-ഹൈഡ്രോക്സി മെറ്റബോളൈറ്റ്. ലോങ് ടേം ആയിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോളിന്യൂറോപ്പതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 3-ഹൈഡ്രോക്സി മെറ്റബോളൈറ്റിന്റെ അക്യുമുലേഷൻ കാരണമാണ് അങ്ങനെ ഉണ്ടാകാറുള്ളത്. ദെൻ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഏത് വഴിയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ത്രൂ IV only, ഇൻട്രാവീനസ് ആയിട്ട് മാത്രമേ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ദെൻ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് വെക്രോണിയം ബ്രോമൈഡിന്റെ സൈഡ് എഫക്ട്സ് എന്ന് നോക്കാം. ഡ്രൈ മൗത്ത്, ഹാർട്ട് ഫെയിലിയർ, കോൺസ്റ്റിപ്പേഷൻ, ഹാലൂസിനേഷൻ, പാരാലിസിസ്. അപ്പോൾ ഇത്രയുമാണ് സൈഡ് എഫക്ട്സിൽ വരുന്നത്. ഇനി നമുക്ക് വെക്രോണിയം ബ്രോമൈഡ് എങ്ങനെ അവൈലബിൾ ആകുന്നു എന്ന് നോക്കാം. അവൈലബിൾ ഇൻ പൗഡർ ഫോം. ഇത് പൗഡർ ഫോമിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും. ഡിസ്റ്റിൽഡ് വാട്ടറോ NSO യൂസ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്താണ് നമ്മൾ പേഷ്യൻസിന് IV വഴി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. 1 vial 4 mg. ഒരു വയലിൽ ഉണ്ടാകുന്നത് 4 mg ആണ്. ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് 0.08 to 0.12 mg/kg ആണ്. mg/kg എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, 1 കിലോയ്ക്ക് പേഷ്യന്റിന്റെ 1 കിലോയ്ക്ക് 0.08 to 0.12 mg ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മെയിൻ്റനൻസ് ഡോസ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ 0.08 to 0.12 mg/kg എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിനെ മസിൽ റിലാക്സന്റ് ഫസ്റ്റ് ഡോസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡോസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പേഷ്യന്റിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് ഇത്രയും ഡോസ് വീതം വെച്ചിട്ടാണ്. അത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇതേ ഡോസ് തന്നെയല്ല നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ മെയിൻ്റനൻസ് ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്. മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുന്നത് 0.01 mg/kg ആണ്. ഈ കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ മെയിൻ്റനൻസ് ഡോസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ഡ്രഗ്സിന്റെയും ഡൈല്യൂഷനും കാൽക്കുലേഷൻസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ.
നമ്മളിപ്പോ പറഞ്ഞതെന്ന് പറയുന്നത് അഡൾട്ടിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. പക്ഷെ അതേ ഒരു ഡോസ് റേഞ്ചിലല്ല നമ്മൾ പീഡിയാട്രിക് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോൾ പീഡിയാട്രിക് പേഷ്യൻസിന് വെക്കോണിയം ബ്രോമൈഡ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നോക്കാം. പീഡിയാട്രിക്കിനാണെങ്കിൽ 1 ml ഡൈലൂട്ടഡ് വെക് പ്ലസ് 1 ml ഡിസ്റ്റിൽഡ് വാട്ടർ. നമ്മൾ ഓൾറെഡി 4 mg ആയിട്ട് നമുക്ക് പൗഡർ ഫോമിൽ അവൈലബിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡൈലൂട്ട് ചെയ്ത് അഡൾട്ട് ഫോമിലേക്ക് വേണ്ട രീതിയിൽ ഡൈലൂട്ട് ചെയ്തു. ആ ഡൈലൂട്ട് ചെയ്തതിൽ നിന്നും 1 ml എടുക്കുക, ദെൻ 1 ml ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പീഡിയാട്രിക് പേഷ്യൻസിന് വെക്കോണിയം ബ്രോമൈഡ് മസിൽ റിലാക്സന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം നമുക്ക് കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയാട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഒരു ലോങ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഒരുപാട് നേരം നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഒരുപാട് നേരം നമ്മൾ അതിലോട്ട് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും മടുപ്പ് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ രീതിയിലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വീഡിയോ മതി എന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.